നിങ്ങൾ ഈ കാണുന്ന ബഹളമൊക്കെ എന്തിനാണെന്നറിയോ? നമ്മുടെ ശിവക്കുട്ടി രാവിലെ തന്നെ വഴക്കിടുന്നത്. മതീഷേട്ടൻ രാവിലെ പോകാൻ ഒരുങ്ങാൻ തുടങ്ങുമ്പോഴേ ശിവക്കുട്ടിക്ക് അലമ്പ് തുടങ്ങും. വേറൊന്നിനുമല്ല, അച്ഛൻ്റെ കൂടെ വണ്ടിയിൽ കയറി യാത്ര ചെയ്യാൻ പോകാനാണ് കേട്ടോ. വണ്ടിയെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. വണ്ടിയിൽ പോകുന്നതും വരുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. വണ്ടിയോട് ഇഷ്ടം കൊണ്ട് മാത്രമല്ല, അച്ഛൻ്റെ മോളാണ്, അച്ഛനെയാണ് ഭയങ്കര ഇഷ്ടം. അപ്പം ചാടിക്കയറി മേത്ത് കയറി ആ നെഞ്ചത്ത് ചേർന്ന് ഇങ്ങനെ കിടക്കുവാണ്. ഇതൊക്കെ ഒരു സോപ്പിടലിൻ്റെ ഭാഗമാണ്. എങ്ങാനും അച്ഛൻ വണ്ടിയെ കൊണ്ടുപോയാലോ എന്നുള്ളൊരു ഇതിലാണ് കയറിയിരിക്കുന്നത്. ദേവൂട്ടി വന്ന് വിളിച്ചിട്ടൊന്നും വന്നില്ല, ഞാൻ പോയി വിളിച്ചിട്ട് വരുന്നില്ല. മതിശേട്ടൻ പുറത്തിറങ്ങി, ഞാൻ ചെന്ന് വിളിച്ചിട്ടൊന്നും വരുന്നില്ല. വണ്ടിയെ കയറാനുള്ള ഒരു തയ്യാറെടുപ്പിലിരിക്കുകയാണ്. യാത്ര പോകാനുള്ള ഒരു ഇഷ്ടത്തിന് അങ്ങനെ അച്ഛന് ചേർന്നിരിക്കുകയാണ്. എത്ര ശ്രമിച്ചിട്ടും കയ്യിലോട്ട് വരുന്നില്ല. ഭയങ്കര ബഹളം. വണ്ടിയെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. യാത്ര പോകുമ്പോഴൊക്കെ ഇങ്ങനെ അടങ്ങിയിരുന്നോളും വണ്ടിയിൽ. പിന്നെ കുറേ ദൂരമൊക്കെ ചെന്ന് കഴിഞ്ഞ് കുറേ നേരം ഇരിക്കുമ്പോഴത്തേനും ഒരു ഇറിറ്റേഷൻ തോന്നുമ്പോഴത്തേനും പുള്ളിക്ക് ഇരിക്കണം, നിൽക്കണം, അങ്ങനെയൊക്കെയുള്ളൊരു രീതിയാണ്. ഇത് ഞാൻ പിടിച്ച് വലിച്ചിട്ട് പോലും വരത്തില്ല. ഭയങ്കര സങ്കടമാണ്. മനുഷ്യൻ ഇങ്ങനെ കരയിച്ചിട്ട് ജോലിക്ക് പോകുന്ന മനുഷ്യൻ്റെ സങ്കടമാണ്. മിക്കപ്പോഴും ഇങ്ങനെ വണ്ടിയിൽ കുറച്ച് നേരം റൗണ്ടൊക്കെ അടിച്ചിട്ടായിരിക്കും പോകുന്നത്. പക്ഷേ ഇന്ന് ഇച്ചിരി പോകാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ വണ്ടിയൊക്കെ ഇറങ്ങിക്കൊണ്ട് നടക്കാനുള്ള ടൈമില്ല എന്ന് പറഞ്ഞ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ അങ്ങ് അകത്ത് കയറിപ്പോയിട്ട് അവളുമാരോട് പറഞ്ഞു, നിങ്ങളൊന്ന് എടുക്കുക, നിങ്ങൾ വിളിച്ചാൽ ചിലപ്പോൾ വരുമായിരിക്കും എന്ന് പറഞ്ഞു. ചേച്ചിമാരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ അടുക്കെ വരുന്നത് വിശപ്പ് മാറാനുള്ള ഇഷ്ടം മാത്രമേ ഉള്ളൂ എൻ്റെ അടുക്കെ. ബാക്കി അച്ഛനെയും ചേച്ചിമാരും മതി അവൾക്ക്. ആ കിടപ്പൊക്കെ കണ്ട ഞങ്ങളുടെ കാന്താരിയുടെ കുഞ്ഞിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ശിവക്കുട്ടിയുടെ ഉത്സവത്തിന് പോയി വീഡിയോസ് ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് നല്ല വ്യൂസൊക്കെ കിട്ടി. ഒരുപാട് സന്തോഷം. കുഞ്ഞിനെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് എല്ലാവരും. പിന്നെ മതിശേട്ടൻ അവളെയും കൊണ്ട് അകത്ത് വന്ന് കട്ടിലിരുത്തിയിട്ട് പോകാനുള്ള ഇതിലിരുത്തി അപ്പൂസിൻ്റെ കൈ കൊടുത്തിട്ട് പോയി. പക്ഷേ എന്നിട്ടും വഴക്കായിരുന്നു കേട്ടോ, കരഞ്ഞു. പിന്നെ അപ്പൂസും അവളെ എടുത്തുകൊണ്ട് മതിശേട്ടൻ്റെ പുറകെ പോയി. ടാറ്റ കൊടുക്കാമെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ അച്ഛൻ വർക്കിൻ്റെ സാധനമൊക്കെ എടുത്ത് വണ്ടിയിൽ കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ മതിശേട്ടൻ പോകാനെല്ലാം ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഹെൽമെറ്റ് വെക്കുന്നതൊന്നും കാണാൻ വയ്യ, വണ്ടിയിൽ പോകുന്നതൊന്നും ഒക്കെ കാണാൻ വയ്യ. ഭയങ്കര സങ്കടമാണ്. സങ്കടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് വിങ്ങിപ്പൊട്ടും. പിന്നെ മതിശേട്ടനൊന്ന് എടുത്തിട്ട് ഒന്ന് ആശ്വസിപ്പിച്ചിട്ടൊക്കെ പോകത്തുള്ളൂ കേട്ടോ. കുഞ്ഞിനെ കരയിച്ചിട്ട് പോകുന്നത് ഭയങ്കര സങ്കടമാണ്. പിന്നെ അപ്പൂസ് ഒരു രീതിക്ക് അങ്ങനെ പിടിച്ചെടുത്തു. പിന്നെ മനുഷ്യന് പോയിട്ട് വന്നാലും ഇങ്ങനെ കേട്ടോ, പോകുമ്പോൾ മാത്രമല്ല വരുമ്പോഴും ഭയങ്കര സന്തോഷമാണ്. എൻ്റെ കയ്യിലിരിക്കുകയാണെങ്കിലും അറയിലിരിക്കുകയാണെങ്കിലും ചാടി മേത്ത് കയറും. കുറേ നേരം ആ നെഞ്ചിലിങ്ങനെ ചാരി കിടന്നിട്ടേ ഉള്ളൂ ആ ഒരു ഇത് മാറത്തുള്ളൂ. വരുമ്പോഴേ അച്ഛാ എന്ന് പറഞ്ഞ് ഭയങ്കര ഇതാണ്. ഞങ്ങളുടെ ചക്കരയാണ് ഞങ്ങളുടെ ശിവക്കുട്ടി. അവളാണിപ്പോൾ ഞങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറ്റാനും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ ശിവക്കുട്ടി. അപ്പം പിന്നെ ആ ഒരു സങ്കടം മാറ്റാനായിട്ട് അച്ഛൻ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കുറച്ച് നേരമായിട്ട് മഴയിലൊക്കെ ഇട്ട് കൊഞ്ചിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിയൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. കുറേ നേരം ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്തു. ഹാപ്പി ആയിട്ട് അങ്ങനെ പോയി. പിന്നെ കുറച്ച് നേരം അങ്ങനെ കളിയും ചിരിയൊക്കെ ആയിട്ടിരുന്ന് പിന്നെ വീട്ടിലെ ജോലികളെല്ലാം തീർത്തു. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുകയും അവരുടെ കൂടെ കുറേ നേരം ഇരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ വൈകുന്നേരമായി മതിശേട്ടൻ വന്നു. പിന്നെ അന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പോയി. അപ്പം ഇന്ന് ശിവക്കുട്ടിയുടെ ഈ വീഡിയോസ് കാണിക്കാമെന്ന് കരുതിയിട്ട് അവിടെ കളിയും ചിരിയും വാശിയൊക്കെ കാണിക്കാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും കാണാം, പുതിയ വീഡിയോ ആയിട്ട് വരാം. അപ്പം എല്ലാവർക്കും ഒരുപാട് സ്നേഹം, സന്തോഷം. ഞങ്ങളുടെ ശിവക്കുട്ടീനെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കുഞ്ഞിൻ്റെ ചിരികൾ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ടാറ്റാ ബൈ ബൈ, സീ യു.